ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണ സിനിമകൾ ഉൾപ്പെടെ വിവിധ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന സിനിമ ഓഗസ്റ്റ് 28 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ സിനിമയിൽ മാളവിക മോഹൻ, സംഗീത് പ്രതാപ്, സംഗീത, സിദ്ദിഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ, ബാബുരാജ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 3,26,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 2,24,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 5,50,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി നേടിയെടുത്തത് 60,00,000 രൂപയായിരുന്നു. GCC ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 4,56,00,000 രൂപയുമാണ്. അങ്ങനെ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ലോകമെമ്പാടുമായി 8,46,00,000 സ്വന്തമാക്കിയ ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 7,54,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഹൃദയപൂർവ്വം നേടിയെടുത്തത് 16 കോടി രൂപയാണ്. ഇനി മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 2.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 3 ദിവസം കൊണ്ട് 8 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 7 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 23 കോടിയോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഓണചിത്രങ്ങളിൽ കേരളത്തിലും തെലുങ്കിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക യൂണിവേഴ്സിലെ ചാപ്റ്റർ 1 ആയ ചന്ദ്ര തിരക്കഥെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ്. ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, ചന്തു സലിം കുമാർ, വിജയരാഘവൻ, രഘുനാഥ് പൈലേരി, ശരത് സഫ, നിശാന്ത് സാഗർ എന്നിങ്ങനെ വളരെ മികച്ചൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 2,70,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 3,35,00,000 ഉൾപ്പെടെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ 6,05,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 2 ദിവസം കൊണ്ട് 1,65,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 7,70,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് തന്നെ സ്വന്തമാക്കിയത്. ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി 6,66,00,000 സ്വന്തമാക്കിയ ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 12,20,00,000 രൂപയായിരുന്നു. 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 18,86,00,000 രൂപയാണ് ലോക സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 11 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16 കോടി റേഞ്ചിലാണ്. ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 34 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അൽത്താഫ് സലീം തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ഇന്നലെ ആഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, ലാൽ, രേവതി പിള്ള, വിനയ് ഫോർട്ട് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. കൂടുതലായും നെഗറ്റീവ് അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തിരുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 76,00,000 രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50,00,000 റേഞ്ചിലാണ്. ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 1,25,00,000, 1,30,00,000 റേഞ്ചിൽ കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിലവിൽ ലഭിച്ചിട്ടില്ല. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഇന്നലെ ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മേനെ പ്യാർ കിയ എന്ന മലയാള സിനിമ എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുത്തിരുന്നു. ഹൃദു, ഹാറൂൺ, അസ്കർ അലി, പ്രിറ്റി മുകുന്ദൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 17,80,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 15,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് ഏകദേശം 33,00,000 ഈ സിനിമയുടെ കേരള കളക്ഷൻ. തുഷാർ ചെറുവട്ട തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഇന്നലെ ആഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ ബോളിവുഡ് സിനിമയാണ് പരം സുന്ദരി. ചിത്രത്തിൽ സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ, അഭിഷേക് ബാനർജി, സഞ്ജയ് കപൂർ, മലയാളി താരം രഞ്ജി പണിക്കർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 4,25,000 രൂപയായിരുന്നു. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി കളക്ട് ചെയ്തത് 1,30,00,000 രൂപയാണ്. ആദ്യ ദിവസം ലോകമെമ്പാടുമായി 10 കോടി രൂപയാണ് പരം സുന്ദരി നേടിയെടുത്തിട്ടുള്ളത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത മഹാവതാർ നരസിംഹ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറുന്ന സിനിമയാണ്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 36 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 286 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 26,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 36 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 312 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.